മിഥുൻ വിജയകുമാർ, ഇപ്പോൾ ഇന്നത്തെ മറ്റ് ചില കാര്യങ്ങൾ കൂടി കൗതുകമായിട്ട് തോന്നുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആനമണ്ടത്തരങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കാം എന്നുള്ളതാണ്. അത് പാഴായിപ്പോയി. ഇന്ത്യയിൽ നിന്ന് കേണൽ ഡെന്നി പറഞ്ഞതുപോലെ ഇങ്ങോട്ട് ഏത് രീതിയിലായിരിക്കുമോ ആക്രമണം അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കും. അതുകൊണ്ട് പാകിസ്ഥാൻ അടുത്ത ആക്രമണം ഇന്ത്യയിലെ ഏതെങ്കിലും സൈനിക കേന്ദ്രത്തിന് നേരെയോ അല്ലെങ്കിൽ നഗരങ്ങൾക്ക് നേരെയോ അതിർത്തിയിലെ ഏതെങ്കിലും പ്രദേശങ്ങൾക്ക് നേരെയോ നടത്തിയാൽ അതേ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ ഇന്ന് നൽകി കഴിഞ്ഞു. താങ്കളുടെ ഒരു അനുമാനത്തിൽ പാകിസ്ഥാൻ അടങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതോ ഈ രാത്രിയിലും കഴിഞ്ഞ രാത്രിയിലെ പോലെയുള്ള തിരിച്ചടിയായിരിക്കുമോ പാകിസ്ഥാൻ മണ്ടത്തരമാണോ കാണിക്കാൻ പോകുക? നോക്കൂ മഞ്ജുഷ്, ഇവിടെ പാകിസ്ഥാൻ കാണിച്ചൊരു ആനമണ്ടത്തരം എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയും അവരുടെ സിറ്റിസൺസിനെ അത് വിശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നും ഒക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അവർ കാണുന്നൊരു കാഴ്ച, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, നമ്മൾ വീണ്ടും അവരുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഉണ്ടായപ്പം അതിനുള്ള റിറ്റാലിയേറ്ററി മെഷർ നമ്മൾ എടുക്കുകയും അവരുടെ എയർ ഡിഫൻസ് മെക്കാനിസം പോലും തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പാകിസ്ഥാൻ ഇനിയൊരു യുദ്ധത്തിന് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഇന്ന് ബെക്കി ആൻഡർസണിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഖ്വാജ ആസിഫ് പറഞ്ഞ പല മണ്ടത്തരങ്ങളും നമ്മൾ കണ്ടു. കാരണം അവർ കൃത്യമായി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രൂഫ് തരാൻ പറ്റുമോ, ഇന്ത്യയുടെ റഫേലൊക്കെ അടിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രൂഫ് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ കിടന്നിട്ട് ഉരുളുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പാകിസ്ഥാന്റെ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു പ്രൂഫും നൽകാൻ സാധിക്കുന്നില്ല. പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഇന്റർനാഷണൽ ഫോറമിൽ ഇത്രയും നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ജോയിന്റ് കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് നമുക്ക് അന്വേഷിക്കാം എന്ന രീതിയിലേക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനുമായിട്ടൊരു ജോയിന്റ് കമ്മിറ്റി ഫോം ചെയ്യാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. കാരണം ഇതിനു മുമ്പൊക്കെ എപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പാകിസ്ഥാൻ ഇന്ത്യ നൽകുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തീവ്രവാദികളെ സംരക്ഷിക്കാനാണ് നോക്കിയത്. അപ്പം പാകിസ്ഥാനുമായിട്ടൊരു ബൈലേറ്ററൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജോയിന്റ് കമ്മിറ്റി ഫോം ചെയ്തൊരു അന്വേഷണം ഇതൊന്നും ഇന്ത്യക്ക് ഇപ്പം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടാർഗറ്റ് ചെയ്ത ക്യാമ്പുകൾ, ടെററിസ്റ്റ് ക്യാമ്പുകൾ നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരിക്കലും ഒരു പാകിസ്ഥാനി സിവിലിയൻ ലൈഫ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ പോലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് ഒരു റിറ്റാലിയേറ്ററി മെഷർ എടുത്തത്. പക്ഷേ പാകിസ്ഥാൻ എന്തുകൊണ്ടും അവരുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും മിലിറ്ററി ലീഡർഷിപ്പിനൊക്കെ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. അപ്പം അതിനുള്ള തിരിച്ചടികൾ ഘട്ടഘട്ടങ്ങളായി വന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് പോവുകയാണ്. പിന്നെ പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ശ്രീ മിഥുൻ വിജയകുമാർ, ഇന്ത്യ ഈ 9 ഭീകര ക്യാമ്പുകളിൽ നിർത്തുന്നില്ല. 21 ക്യാമ്പുകളാണല്ലോ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. പലതവണയായി ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന ക്യാമ്പുകൾ, അവരെ വിരിയിക്കുന്ന ക്യാമ്പുകൾ 21 ഐഡന്റിഫൈ ചെയ്തു, 9 തകർത്തു. ഇനിയും ബാക്കി കിടക്കുകയാണല്ലോ 12 ക്യാമ്പുകൾ കൂടി. അപ്പോൾ അതിലേക്ക് കൂടി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഇതെല്ലാം ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നാണ് വിദേശ മന്ത്രാലയത്തിന്റെ വിശദീകരണത്തിൽ വരുന്നത്. അപ്പോൾ ഭീകരരെയും ലക്ഷ്യമിടും, അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അതേ രീതിയിൽ തിരിച്ചടിക്കും. അതിർത്തിയിൽ സാധാരണക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ തിരിച്ചും അടിക്കും. ഇതാണല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജി. തീർച്ചയായും ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇന്ത്യ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു നോൺ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പിനെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് പാകിസ്ഥാൻ ആക്ച്വലി ട്രാപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യ അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെ ലക്ഷ്യം വെക്കുന്നു, അതിനെ തടയാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. മറുഭാഗത്ത് അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ജനങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം, അപ്പോൾ ഞങ്ങൾ ഇന്ത്യയെ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അവിടെ ഇന്ത്യ തീർച്ചയായിട്ടും ഒരു മിലിറ്ററി ആക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ അവരുടെ ഡിഫൻസ് സിസ്റ്റം അടക്കം തകർന്നു പോവുകയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ വീക്ക് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് സിസ്റ്റം എത്ര വീക്കാണെന്ന് പോലും നമുക്ക് ഈ ഒരു സമയത്താണ് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാൻ തുടക്കത്തിലൊക്കെ നമുക്കറിയാം എത്ര അഗ്രസീവായിട്ടാണ് അവരുടെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മാറിക്കഴിഞ്ഞു. അവരുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു ഇന്ന് അവരുടെ പാർലമെന്റിൽ ഒരു MP കരയുന്നൊരവസ്ഥ. അതായത് നമ്മളെ അള്ളാഹുവിന് മാത്രമേ ഇനി രക്ഷിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലൊക്കെ പാകിസ്ഥാൻ എത്തിക്കഴിഞ്ഞു. കാരണം തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, സിന്ധു നദീ കരാർ റദ്ദാക്കുകയാണെങ്കിൽ ഇവിടെ ചോരപ്പുഴകൾ ഒഴുകുമെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്നും പാകിസ്ഥാൻ ഇപ്പം
കരഞ്ഞ് അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിലെ വീക്ക്നെസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പാകിസ്ഥാന്റെ എക്കണോമിക് സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു വലിയ ഡെറ്റ് ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവർ ഈ പറഞ്ഞ പോലെ IMFന്റെ മറ്റൊരു വശം കൂടിയുണ്ടോ? ഞങ്ങൾ ഈ ഇരവാദവും ഈ പ്രഹസനവും ഒക്കെ പാകിസ്ഥാൻ കാണിക്കുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നാൽ അതിനുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ, പ്രത്യേകിച്ച് ഈ ആണവ പരീക്ഷണത്തിലേക്ക് ആണവ പ്രയോഗത്തിലേക്ക് കടക്കാതിരിക്കാൻ ഇന്ത്യയുടെ ശ്രദ്ധ കൂടുതലായി വേണം ഈ വിഷയത്തിനകത്ത് എന്നുണ്ടോ? നോക്കൂ, അതൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പ്രഷർ അവിടെ പാകിസ്ഥാൻ ഓൾറെഡി ഉണ്ട്. പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ബ്രിട്ടീഷ് പാർലമെന്റിലൊക്കെ നമ്മളൊന്ന് കണ്ടു, ബ്രിട്ടീഷ് പാർലമെന്റിൽ MP ഒക്കെ പാകിസ്ഥാനെതിരെ എല്ലാ ഈ ലോകരാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും UK പോലുള്ള ശക്തികൾ പാകിസ്ഥാൻ എതിർക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഓരോ എന്താ പറയുക ഗവൺമെന്റിനകത്തു നിന്നും വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം പാകിസ്ഥാൻ തികച്ചും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം പാകിസ്ഥാൻ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പാകിസ്ഥാന് മേലെ വലിയ രീതിയിലുള്ള എന്താ പറയുക സമ്മർദ്ദം ചെലുത്തും. മുമ്പ് പോലും ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അഗ്രസീവ് മെഷർ ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും ഒരു ഗ്രേ ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. അപ്പം പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയർ വാർഫെയറിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരിക്കലും പാകിസ്ഥാൻ പോവുകയില്ല. മാത്രമല്ല ഇപ്പോൾ IMF-ഉമായിട്ട് ചേർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ അടുത്ത നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകുന്ന ഒരു നിലയിലേക്ക് വരും. അത് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ ഒരു പ്രധാന കാര്യം കൂടിയാണല്ലോ അത്. തീർച്ചയായും അത് ഇന്ത്യക്ക് പാകിസ്ഥാനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ലൈസൻസ് പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്ക് നൽകുന്ന പോലെയായിരിക്കും. അപ്പോൾ അങ്ങനൊരു നീക്കത്തിലേക്ക് പാകിസ്ഥാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊന്നും മുഖം രക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു മിലിറ്ററി ഉണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇന്ത്യ ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്തു, അപ്പം ഇതാണ് ഞങ്ങളുടെ റെസ്പോൺസ് എന്ന് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇവിടെ ചെയ്യുന്നത്. അതിന്റെ തെളിവാണ് ഈ പറഞ്ഞ പോലെ ഖ്വാജ ആസിഫിന്റെ ഇന്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ പുറത്തേക്ക് വിടുന്ന ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ അവർക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന്റെ മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ട്. കാരണം ഈ പറഞ്ഞ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്ത എല്ലാ ലൊക്കേഷൻസും വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. കാരണം അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുമ്പ് തന്നെ ധാരണയുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ തന്നെ ടെററിസ്റ്റ് ക്യാമ്പുകളാണെന്ന് ഇതിനു മുമ്പും പല റിപ്പോർട്ട്സ് ഉണ്ട്. UN മുന്നിലും US മുന്നിലൊക്കെ ആയിട്ടുള്ള പല റിപ്പോർട്ട്സ് ഇതിനു മുമ്പ് പല എന്താ പറയുക CAയുടെ റിപ്പോർട്ട്സിലാണെങ്കിലൊക്കെ തന്നെ മെൻഷൻ ചെയ്യപ്പെട്ട സ്ഥലങ്ങളെയാണ് ഇന്ത്യ അടിച്ചത്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ സിവിലിയൻ ഫെസിലിറ്റിയോ സിവിലിയൻ ലൈഫ്സിനെയോ ടാർഗറ്റ് ചെയ്തിട്ടില്ല, മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യ എങ്ങനെയാണ് ടെററിസം ഫൈറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ളൊരു നീക്കമാണ് ഇന്ത്യ ചെയ്തത്. അത് വളരെ കൃത്യമായി ഇന്ത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പാകിസ്ഥാൻ ഇനിയിപ്പം നമുക്ക് നേരെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇവിടെ ഞങ്ങൾ ഇത്രയും ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു എന്ന് പറയാൻ ഇന്ത്യയിൽ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അത് സിവിലിയൻ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ് പോവുക. അത് സിവിലിയൻ ലൈഫിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഒരു മിലിറ്ററി ആക്ഷൻ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷൻ നമ്മൾ ഇപ്പൊ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ 13 പേരാണ്, 13 സാധാരണക്കാരായി ഇന്ത്യക്കാർ ഗ്രാമീണരാണ് പൂഞ്ചിൽ കൊല്ലപ്പെട്ടത്.